തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നടന്നിട്ടുള്ളൊരു പ്രോഗ്രാം, അവിടെയുള്ള കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ നടന്ന ഒരു ചെറിയൊരു രംഗം, അതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതും അതിനോടുള്ള ചെറിയ ചില പ്രതികരണങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ആ ഭാഗം കാണാം. വിവാഹം ചെയ്യണ്ട എന്ന് കരുതുന്ന കുട്ടികൾ ഇപ്പം ഉണ്ടോ? ഈ കൂട്ടത്തിൽ വിവാഹമേ എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഉടനെ എങ്ങും വേണ്ട ചിന്തിക്കുന്നവർ കൈവക്കുവോ? തിരുവനന്തപുരത്തെ പ്രശസ്തമായ 125 വർഷം പഴക്കമുള്ള വുമൻസ് കോളേജിൽ കാണുന്ന കാഴ്ചയാണ്. വന്ന് നിൽക്കുന്നതിൽ ഒരു 90% പേർക്ക് എനിക്ക് കല്യാണമേ വേണ്ടെന്നാണ് പറയുന്നത്. ആൺകുട്ടികൾ ശ്രദ്ധിക്കുക. അപ്പം കാരണം 90% കുട്ടികളും പെൺകുട്ടികളും വിവാഹം വേണ്ട എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഇതിൽ ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ ഞങ്ങൾക്കാർക്കും തിരുവനന്തപുരത്ത് തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല എന്നുള്ളത് പ്രത്യേകം പറയാണ്. അപ്പോൾ എനിവേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈയൊരു പ്രതികരണം ഇത് വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുതിയ തലമുറയിൽ വിവാഹത്തോട് വിരക്തി ഉണ്ടാവുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പഠനങ്ങളും മറ്റും, ഗാമോഫോബിയ, അതിനെക്കുറിച്ച് പുതിയ തലമുറയുള്ള പ്രത്യേകിച്ചും അതിനോട് പലതരത്തിൽ ഒരു വിമുഖത കാണിക്കുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അത്തരം മെൻറ്റാലിറ്റി ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കോമൺ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവരോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് ഫസ്റ്റ് ഇത് പറയുന്നത് നമ്മളൊരു ടോട്ടലി ഉള്ള വിവാഹ വിരുദ്ധതയുമായിട്ട് ബന്ധപ്പെട്ട ആഗോളമായിട്ടുള്ള ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിലും കേരളത്തിൽ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിനപ്പുറം ചില ഫാക്ടേഴ്സൊക്കെ പഠിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പഠനം നടക്കേണ്ടതായിട്ടുള്ളത് അതിലുണ്ടാവും. അത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ വെറും കല്യാണം എന്നുള്ളത് മാത്രമല്ല, ഫിയർ ഓഫ് ഇൻറ്റിമസി അഥവാ ഇൻറ്റിമേറ്റ് ആകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫിയർ ഉണ്ടാകുക, അങ്ങനെ ഒരാളുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിനെ പറ്റി ഭയങ്കര ആങ്ഷ്യസ് ആവുക, ഇങ്ങനത്തെ വിഷയങ്ങൾ അത് ഒരു തലമുറയിൽ ഒരുപാട് കൂടുന്നുണ്ടെങ്കിൽ ആ തലമുറയിൽ മുഴുവനായിട്ട് ഇത്തരം ആങ്സൈറ്റി പകരുന്ന, ഇത്തരം ഫിയർ പകരുന്ന എന്ത് ഫാക്ടറാണുള്ളത്, ഈ ടോട്ടൽ സൊസൈറ്റി കിട്ടുന്ന കാര്യത്തിൽ എന്താണ് അപകടമായിട്ടുള്ളത്, അതിനെങ്ങനെയാണ് തിരുത്തേണ്ടതിനെ പറ്റിയുള്ള ഔദ്യോഗികമായിട്ടുള്ള പഠനം വേറെ നടക്കണം. പക്ഷെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ആഗോളമായിട്ട് ഇത്തരത്തിൽ ഒരു ഫിയർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭയം ഉണ്ടാക്കുന്ന ആളുകൾക്ക് വിവാഹത്തിനെ സംബന്ധിച്ചൊരു ഭയവും ഒരു അകൽച്ചയൊക്കെ ഉണ്ടാക്കുന്ന ചില ഫാക്ടേഴ്സ് മാത്രമാണ്. അതിൽ പ്രത്യേകം പറയുന്നത് ഇതിൽ ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ കൈപൊക്കിയ ഒരു 90% കുട്ടികളും വേണ്ട എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ അങ്ങനെ അത്തരമൊരു ചിന്താഗതി ഉള്ളവരുണ്ട്. അവരെ ഒറ്റയടിക്ക് കുറ്റപ്പെടുത്താനല്ല, അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കാരണം ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇത് കൈപൊക്കിയ ആളുകൾ അവരെത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അതിന് സൊസൈറ്റിയിൽ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പം അവർ കാണുന്ന കുടുംബം അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന കുടുംബം, ആ കുടുംബത്തിലുള്ള പലതരം പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതിലേക്ക് നയിക്കാവുന്ന സാഹചര്യങ്ങളാണ്. അതിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ ഉപദേശിച്ച് നന്നാക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന് സൊസൈറ്റി ഒരുപാട് കറക്റ്റ് ചെയ്യേണ്ടുന്ന മെഷേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു വിവാഹം കഴിക്കണം എന്ന് ഒരു കുട്ടി ആലോചിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ടൈപ്പ് ഓഫ് ലൈഫിലേക്കാണ് എത്തേണ്ടത് എന്ന് ആ കുട്ടി ചിന്തിക്കുമല്ലോ, പ്രൊജക്റ്റീവ് ചിന്തിക്കുമല്ലോ. ആ ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ കാണുന്ന കല്യാണങ്ങളുടെ റെഫറൻസ് ആ കുട്ടി തീരെ ഇഷ്ടപ്പെടാത്തതാണ്. അല്ലെങ്കിൽ ആ കുട്ടി ഇതുവരെ അനുഭവിച്ച പല സുഖങ്ങളും സന്തോഷങ്ങളും മീൻസ് മാനുഷികമായി ലഭിക്കേണ്ട പല സൗകര്യങ്ങളും ലഭിക്കാത്തതോ, പ്രയാസങ്ങൾ കൂടുന്നതോ, ബുദ്ധിമുട്ടുകൾ കൂടുന്നതോ, അനാവശ്യമായിട്ടുള്ള പ്രഷറുകൾ വരുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സിറ്റുവേഷനാണ് ആ കുട്ടി കാണുന്ന നാല് പുറത്തുള്ള കല്യാണങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കല്യാണം എന്ന് വിടുക, അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പോലും അതിനെപ്പറ്റി നമ്മളെടുക്കുന്ന ഇൻഫർമേഷൻ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് അവർക്ക് പോകണ്ടേ ആ താല്പര്യം. അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് കല്യാണത്തെ പറ്റി ലഭിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അറിവുകൾ, റെഫറൻസുകൾ, അത് അൺകോൺഷ്യസ് ആയി അവരുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന കാര്യമായിരിക്കും. ഈ റെഫറൻസുകൾ ഏറ്റവും നന്നായി കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് വിവാഹത്തിൽ താല്പര്യമുണ്ടാവാൻ ആഗ്രഹമുള്ള ആളുകളുടെ അടുത്ത് ഉണ്ടാവേണ്ടത്. അല്ലാതെ അവിടെയും അവരെ എന്താ പറയുക റൂഡായിട്ട് ഡീൽ ചെയ്യുന്നതിനപ്പുറം വിവാഹം മനോഹരമാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ എഴുതി കാണിച്ചു കൊടുക്കുക, ക്ലാസ് എടുത്തു കൊടുക്കുക ചെയ്യുന്നതിനപ്പുറം അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരമൊരു റെഫറൻസ് അവർക്ക് ലൈഫിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അൺകോൺഷ്യസ് ആയി നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമ്മൾ മനസ്സിലാ ഭയം കിടക്കുന്നുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പരിഹാരങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ ആദ്യം നമുക്ക് പറയാനുള്ളത്, ഒന്ന് സൊസൈറ്റി വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഉണ്ടായി എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതും, അതിൽ ആ നെഗറ്റീവ് ഷെയ്ഡ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടവരുമാണ്. അതേപോലെ തന്നെ ഈ ചർച്ചയിലടക്കം പിന്നീട് പല പെൺകുട്ടികളും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോഴത്തെ ആൺകുട്ടികളുടെ അപ്ബ്രിങ്ങിങ് കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാകുന്നു എന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത അങ്ങനെയുള്ള ഒരു രൂപത്തിലാണ്
പുരുഷന്മാർ വളരുന്നതെന്നുണ്ടെങ്കിൽ, ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും പുരുഷന്മാർ കറക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു ഭാഗങ്ങളുണ്ട്. ഇപ്പം പെൺകുട്ടികളെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള പുരുഷന്മാർ അവിടെ കറക്റ്റ് ചെയ്യേണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി മനസ്സിലാക്കുക, കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. അതിനും അപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് അക്നോളജ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി ഇതിലേക്ക് നയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നയിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലീസ്, അവിടെ നിന്നുള്ള പിന്നെ വളരെ മോശമായ അനുഭവങ്ങൾ, ഇതൊക്കെ ഇത്തരം ഒരു പൊസിഷനിലേക്ക് പെൺകുട്ടികൾ എത്തിക്കാൻ കാരണമായിട്ടുണ്ടാകാം. അത് ഓക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായ ചില പിന്നെ എന്താ പറയുക, ചില ഫീഡിങ്ങുകൾ അല്ലെങ്കിൽ ചില ബ്രെയിൻ വാഷിംഗ്, സോഷ്യൽ എഞ്ചിനീയറിങ് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി അവെയർ ആവണം. കാരണം നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ എന്താ പറയുക, നമ്മൾ കാണുന്ന കുടുംബം പലപ്പോഴും നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നത് പിന്നെ ഡിവോഴ്സായി, അല്ലെങ്കിൽ പ്രശ്നമായി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന, തീർച്ചയായും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എല്ലാ കുടുംബവും വളരെ പരമപരിശുദ്ധമായി നടക്കുന്നു എന്നുള്ളത് നമുക്ക് വാദമില്ല. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ നെഗറ്റീവ് ന്യൂസുകൾ അങ്ങനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതാ 30-35 വർഷം വളരെ സന്തോഷപൂർവ്വം ജീവിച്ച ദമ്പതികൾ എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാവില്ല, അല്ലേ? ഈ 2 ആഴ്ചകളായിട്ട് ഒരു ദമ്പതികൾ നമ്മൾ വഴക്കില്ല, അതൊരു സ്പെഷ്യൽ കാര്യമല്ല. അതെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഒരിക്കലും ന്യൂസ് ആവില്ല, മറ്റേത് ന്യൂസ് ആവും. ന്യൂസ് നമ്മളിങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളതിനെക്കുറിച്ച് കൺസേൺഡ് ആയ ആളുകൾക്ക് പിന്നെ അതിങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു വിഷയമുണ്ട്. രണ്ടാമത്തത്, ഒരു ഐഡിയോളജിക്കലി തന്നെ ഇത്തരത്തിൽ മാരേജ് എന്നുള്ളത് അത് വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന വളരെ ആസൂത്രിതമായ ചില പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് ഒരുപാട് കാലം മുന്നേ ആ പ്രൊജക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വിസിബിളായിട്ട് കാണാൻ തുടങ്ങിയത് ഈ ഒരു സമയത്ത് മാത്രമായിരിക്കും. പക്ഷെ അതിന് മുമ്പ് മുതലേ ഇപ്പോൾ വെസ്റ്റേൺ ഐഡിയാസ് ആണല്ലോ ഇപ്പോൾ നമ്മൾ പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. മുതലേ വെസ്റ്റേൺ സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ വിസിബിളായിട്ടുള്ള വിവാഹ വിരുദ്ധത, കുടുംബ വിരുദ്ധത, അഥവാ നമ്മൾ മുന്നേ പറയാറുള്ളത് പോലത്തെ ഒരു ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നൊരു ഒരാശയത്തിനെ പൂർണ്ണമായി, അഥവാ ഒരു ഇൻഡിവിജ്വലിന് നോ കമ്മിറ്റ്മെൻറ്റ്സ്, ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാകാൻ പാടില്ല. ആ ഇൻഡിവിജ്വൽസിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകാൻ പാടില്ല. ആ ഇൻഡിവിജ്വലിൻ്റെ പ്രൊഡക്ടിവിറ്റിയോ ആ ഇൻഡിവിജ്വലിൻ്റെ പ്രവർത്തനങ്ങളോ കംപ്ലീറ്റ്ലി സ്റ്റേറ്റിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും സ്റ്റേറ്റിൻ്റെ കൺട്രോളിലും സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലും മാത്രമായിരിക്കണം എന്നൊരു പ്രൊജക്റ്റ് നമുക്ക് റൺ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് LGBTQ ഐഡിയോളജി ആണെങ്കിലും ഫെമിനിസ്റ്റ് ആണെങ്കിലും ഒക്കെ അതിലേക്ക് ചേർത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ളതിലപ്പുറം അയാൾ വളരെ ഔദ്യോഗികമായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിനെ പ്രശ്നവൽക്കരിക്കാൻ അതിന് ഒരുപാട് തിയറിസ്റ്റുകളുടെ തിയറികളും പ്രാക്ടിക്കൽ സൈഡുകളും നമുക്ക് കാണാൻ കഴിയുന്നുള്ളത് മാത്രമല്ല, അവ അപ്ലൈ ചെയ്ത് കുടുംബമടക്കമുള്ള സംവിധാനങ്ങളിൽ നിന്ന് പിന്നിലേക്ക് പോകുന്ന, പിന്നീടത് തിരിച്ച് വീണ്ടും ഞങ്ങൾക്ക് ഈ ഇത്തരം വിവാഹവും റെസ്പോൺസിബിലിറ്റീസും സിസ്റ്റങ്ങളുടെ ഭാഗമായിട്ട് സാഹചര്യങ്ങളുമാണ് വേണ്ടതെന്ന് മനസ്സിലായിക്കൊണ്ട് പോയ സാഹചര്യം കാണാൻ കഴിയും. ഈ ടോട്ടൽ എപ്പിസോഡിനെ, ഈ ടോട്ടൽ സാഹചര്യത്തിനെ റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ അവിടെ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുള്ള പൂർത്തിയായിട്ടുള്ള ഒരു സാഹചര്യത്തെ എടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ നാട്ടിലെ വിഷയത്തെ അവലോകനം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും നേരം പറഞ്ഞത് നമ്മളിപ്പം വിവാഹം വേണ്ട എന്നുള്ളത് ഇവിടെ 90% ആളുകൾ കൈപോക്കി. ഈ 90% പെൺകുട്ടികളും അല്ലെങ്കിൽ ആ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമാണ്. അതായത് നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയി എടുത്തൊരു ഡിസിഷനാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇതിന് ഒരുപാട് ഇൻഫ്ലുവൻസുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ കാണുന്ന സിനിമകൾ ഒബ്വിയസ്ലി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ സിനിമകളുടെ പലതിൻ്റെയും തീം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് നിർത്തുന്നതാണ്. അതേപോലെ തന്നെ റീലുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുകൾ, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന അഭിമുഖങ്ങൾ, ഇതൊക്കെ പലപ്പോഴും ഈ വിവാഹം എന്നുള്ളതിനൊരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. മാത്രമല്ല, ഇതിന് ഞാൻ വെറുതെ ഒരു കോൺസ്പിറസി പോലെ പറയുന്ന കാര്യമില്ല. നമ്മളെ വിവാഹത്തിൽ നിന്നും അകറ്റാൻ വേണ്ടി ഒരു ആ നിലക്കൊരു ഐഡിയോളജിക്കലായൊരു കാര്യം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇപ്പം ഈ കഴിഞ്ഞ 2025 ജനുവരിയിൽ ഉള്ള ദേശാഭിമാനിയുടെ പിന്നെ മാസിക, അതിൽ ആ ഒരു തീം എന്ന് പറയുന്നത് തന്നെ സേ നോ ടു മാരേജ് എന്നാണ്. സേ നോ ടു മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ലക്കത്തിൽ മുഴുവനായിട്ടും വരൂ നമുക്ക് കുടുംബങ്ങൾക്ക് തീ കൊളുത്താം എന്നാണ് ഒരു ആർട്ടിക്കിളിൻ്റെ ഹെഡിങ്. എന്ന് വെച്ചാൽ കുടുംബം തകർക്കണം, വിവാഹ സമ്പ്രദായം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആര് പ്രവർത്തിക്കുന്നുണ്ട്? അത്തരത്തിലുള്ള ഫെമിനിസ്റ്റ് ഐഡിയോളജീസാണ് അത് കൂടുതലായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് വിവാഹം വേണ്ട എന്നത് നമ്മുടെ മാത്രം തീരുമാനമല്ല, മറിച്ച് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന
ഇൻപുട്ടുകൾക്കനുസരിച്ചാണ് നമ്മൾ ആ തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ മാത്രമല്ല ഈ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ 1960, 70, 80 കാലഘട്ടങ്ങളിൽ യൂറോപ്പിലുള്ള അമേരിക്കയിലൊക്കെ ഉള്ള സ്ത്രീകൾ, പ്രത്യേകിച്ചും ഫെമിനിസത്തിൻ്റെ ഫോർ മദേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇത്തരം ചിന്താഗതികൾ വളരെ കർശനമായി തന്നെ വിവാഹം വേണ്ട, അത് സ്ത്രീയെ അടിച്ചമർത്തുന്നതാണ്, സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്, അതോടുകൂടി അവൾ ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇപ്പം നമുക്ക് തോന്നുന്ന ആ ചിന്താഗതി ഉണ്ടല്ലോ, ആ ചിന്താഗതി വളരെ മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്, ഫെമിനിസത്തിൻ്റെ ഫോർ മദേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് സെക്സും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊക്കെ അവർ വളരെ കൃത്യമായി കൊണ്ട് ഈ ഫാമിലി വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം അവർ പറഞ്ഞു. പക്ഷേ പിന്നീട് അതേ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഏറ്റവും പ്രധാനമായിട്ടും ഫെമിനിൻ മിസ്റ്റിക് എഴുതിയിട്ടുള്ള ബെറ്റി ഫ്രീഡൻ എന്ന് പറഞ്ഞ ഫെമിനിൻ മിസ്റ്റിക് നമുക്ക് വളരെ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്നൊരു കാര്യം. അപ്പം അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ആൻറ്റി ഫാമിലി ഐഡിയ നമുക്ക് ആ ഒരു പുസ്തകത്തിൽ കാണാൻ സാധിക്കും. മിക്ക ഫെമിനിസത്തിൻ്റെ ഫോർ മദേഴ്സ് ആയിട്ടുള്ള ആളുകളും ഈ ആൻറ്റി ഫാമിലി ആയിട്ട് അവർ പറയുന്നത് ഫാമിലിയെ തകർത്താൽ മാത്രമേ ഈ പാട്രിയാർക്ക് ഇല്ലാതാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കാര്യം കാണാൻ സാധിക്കും. പക്ഷേ ഈ ബെറ്റി ഫ്രീഡൻ തന്നെ പിന്നീട് 1981 നമ്മൾക്ക് പലപ്പോഴും ഫെമിനിനിസ്റ്റിക് എല്ലാവർക്കും വായിക്കാൻ കിട്ടും. പക്ഷേ 1981 അവർ എഴുതിയിട്ടുള്ള ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നൊരു പുസ്തകം ഇപ്പം നമുക്ക് കിട്ടൂല, നെറ്റിൽ എത്ര ശ്രമിച്ചാലും കിട്ടുന്നില്ല, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ പോലും നമുക്കതിൽ കാണാൻ സാധിക്കും അവർ പിന്നെ, അതായത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവർ അങ്ങനെയൊക്കെ ജീവിച്ചതിന് ശേഷം തിരിച്ച് അവർ പറയുന്നത് വെച്ചാൽ ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് ഞാൻ തിരിച്ചു നടക്കുന്നു, നോ ലോങ്ങർ അബൈഡ്സ് ബൈ ദ എക്സ്ട്രീമിസ്റ്റ് വ്യൂസ് എന്നവർ പറയാണ്. അതായത് ഈ കുടുംബം വേണ്ട എന്നുള്ളത് ഒരു എക്സ്ട്രീമിസ്റ്റ് വ്യൂ ആണ്, അത് ഞാൻ അതിനോട് ഇനി ചേർന്ന് നിൽക്കുന്നില്ല, ഹാഡ് എ ചേഞ്ച് ഓഫ് ഹാർട്ട്, എനിക്കൊരു മാനസാന്തരം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് വെച്ചാൽ ഈ കുടുംബം വേണം, അതേപോലെ തന്നെ കുടുംബം മാത്രമല്ല കുട്ടികളും വേണം. എന്നിട്ട് അവർ പ്രയോഗിക്കുന്ന പദം എന്താണെന്ന് ചോദിച്ചാൽ ദ പ്രൊഫൗണ്ട് ഹ്യൂമൻ ഇമ്പൾസ് ടു ഹാവ് ചിൽഡ്രൻ, കുട്ടി ഉണ്ടാവാനുള്ള അങ്ങേയറ്റത്ത് അടങ്ങാത്ത മാനുഷികമായൊരു ഒരു ആഗ്രഹം എനിക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ബെറ്റി ഫ്രീഡൻ പറയുന്നത്. ബെറ്റി ഫ്രീഡൻ മാത്രമല്ല, ഒരാളുടെ കേസിൽ മാത്രം സംഭവിച്ചല്ല, ജർമൻ ഗ്രീനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരും പറയുന്നുണ്ട് കുട്ടികളില്ലാതായതിനെക്കുറിച്ച് എനിക്ക് റിഗ്രറ്റ് ഉണ്ട്, ഐ വാസ് ഡെസ്പറേറ്റ് ഫോർ എ ബേബി ആൻഡ് ഐ ഹാവ് മെഡിക്കൽ ബിൽ ടു പ്രൂവ് ഇറ്റ്. അതായത് എനിക്ക് അത്രയും ഇഷ്ടം, എനിക്ക് എങ്ങനെയെങ്കിലും, എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം, വിവാഹം വേണ്ട, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫെമിനിസം അതിനുവേണ്ടി നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പ്രായമായി നരച്ച് അവസാന കാലഘട്ടത്തിലായപ്പം അവർക്ക് ആ ഒരു റിയലൈസേഷൻ വരികയാണ്, എനിക്കെന്താ ഉള്ളത്, എനിക്ക് ഫാമിലി ഇല്ല, കുടുംബമില്ല, കുട്ടികളില്ല. എന്നിട്ട് അവർ പറയണം ഐ വാസ് ഡെസ്പറേറ്റ് ഫോർ എ ബേബി, എനിക്കൊരു കുട്ടി ഉണ്ടാവാൻ അത്രയും ഡെസ്പറേറ്റ് ആയിരുന്നു ഞാൻ, ആൻഡ് ഐ ഹാവ് മെഡിക്കൽ ബിൽസ് ടു പ്രൂവ് ഇറ്റ്. എനിക്ക് അത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ അതിനു വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു എന്ന് അതിനുള്ള മെഡിക്കൽ ബിൽസ് അടക്കം എൻ്റെ കയ്യിലുണ്ട്. ഐ സ്റ്റിൽ ഹാവ് പ്രഗ്നൻസി ഡ്രീംസ് എന്നുള്ളത് എന്തെയാണ് 50s അവസാനത്തിൽ അവർ പറയാണ്. അപ്പോൾ ഇത് ജർമൻ ഗ്രീനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ സിമോൺ ഡി ബൂവറിനെ കുറിച്ച് കാണാൻ സാധിക്കും. ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ഏറ്റവും ടോപ്പ് തിയറിസ്റ്റാണ്, ഏറ്റവും ടോപ്പ് ലീഡറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫെമിനിസ്റ്റ് ഫോർ മദേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഫാമിലി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിയ യുദ്ധം നടത്തിയ ആളുകളൊക്കെ അവസാനം വരുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ നേടാൻ പറ്റിയത്. എന്നിട്ട് അതുപോലെ ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ ഇതേപോലത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, അമീർ ഖാൻ സൂചിപ്പിച്ച ഒരു എക്സാമ്പിൾ ആയിരുന്നു ലോറി ഗോട്ട്ലെബിൻ്റെ മാരി ഹിം എന്ന് പറയുന്നൊരു പുസ്തകം. ലോറി ഗോട്ട്ലെബ് എന്ന് പറയുമ്പോൾ മുമ്പ് വിവാഹത്തെ എതിർത്തിരുന്ന ഒരാളായിരുന്നു, വിവാഹം കഴിക്കണ്ടെന്ന് തീരുമാനിച്ച ആളായിരുന്നു. അത്തരത്തിൽ ഇപ്പം പറയുന്നത് പോലെ തന്നെ എക്സ്ട്രീമായിട്ട് വിവാഹത്തിന് ഒപ്പോസ് ചെയ്ത ആളായിരുന്നു. ഈ ലോറി ഗോട്ട്ലെബ് ശേഷം എന്ത് ചെയ്യാണ്, ഒരു പുസ്തകം എഴുതാണ്, മാരി ഹിം എന്നാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. അവനെ പോയി വിവാഹം കഴിക്ക് എന്നാണ് പറയുന്നത്. അഥവാ ഒരു സ്ത്രീയുടെ നീഡാണ് വിവാഹവും അതിലൂടെ ഉണ്ടാകുന്ന കുടുംബവും അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികളും എന്ന് തിരിച്ചറിയുന്ന ഒരു മധ്യവയസ്കയുടെ ഒരു വിതുമ്പൽ നമുക്കതിൽ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പുസ്തകങ്ങളിലോ പ്രയോഗങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ എൻ്റെ ലൈഫ് ഒരു പസിലാണെങ്കിൽ ആ പസിലിൽ എൻ്റെ ഇണക്കൊരു സ്ഥാനമുണ്ട്, ആ ഇണ ഉണ്ടെങ്കിൽ ആ പസിൽ കംപ്ലീറ്റ് ആവുള്ളൂ. എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കൊരു സ്ഥാനമുണ്ട്, അതേപോലെ തന്നെ എനിക്ക് ഉണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാവേണ്ട പേരക്കുട്ടികൾക്കൊരു സ്ഥാനമുണ്ട്. ഇത് മുഴുവൻ അതിലേക്ക് ചേർന്ന് വരുമ്പോഴേ ആ പസിൽ കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ ആ പസിലിൻ്റെ ഗ്യാപ്പുകൾ ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. ആ സമയം എടുത്തിട്ട് നമ്മളത് ബോധ്യപ്പെടുമ്പോൾ അതിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളെടുത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഏറ്റവും ബെസ്റ്റ് ഏജാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഏത് പഠനം എടുത്ത് നോക്കിയാലും, ഇപ്പോൾ നമ്മൾ പ്രോഗ്രസീവ് ക്രൈറ്റീരിയാസ് മുഴുവൻ പാലിക്കുന്ന പഠനങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും ഒരു സ്ത്രീ ക്യാരി ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഏജ് ആയിട്ട്, അതായത് ഫിസിക്കലി ആൻഡ്
മെൻ്റൽ ഹെൽത്തിനെ പോലും സേഫാക്കി വെച്ച് ഫിസിക്കൽ ഹെൽത്തിനെ സേഫാക്കി വെച്ച് ക്യാരി ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഏജ് ആയിട്ട് പറയുന്നത് ആഫ്റ്റർ 16 അല്ലെങ്കിൽ 16 ശേഷം. അതിനിപ്പോൾ നമ്മൾ ലീഗൽ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 18 മുതൽ ഒരു 30 താഴെയാണ്. അതാണ് ഏറ്റവും നല്ല ഏജ്. അത് വെറും ഫിസിക്കൽ ഹെൽത്ത് അല്ല, അവരുടെ മെൻ്റൽ ഹെൽത്ത്, ആ കുട്ടിയുമായിട്ടുള്ള കണക്ഷൻ, ആ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻ അടക്കമുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ, ഒരു ഫാമിലി ഡെവലപ്പ് ചെയ്യാനുള്ള വിഷയങ്ങൾ സംഭവിക്കാൻ ഏറ്റവും നല്ല പ്രായമായിട്ട് പറയുന്ന ഏജ് അതാണ്. എന്നാൽ ആ ഏജ് എന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പല ഐഡിയാസ് കേട്ടും ആശയങ്ങൾ കേട്ടും നശിപ്പിച്ച് കളയാണ്. എന്നാൽ ഇതേ ഐഡിയാസ് നമ്മളോട് പറഞ്ഞ, ഇതേ തിയറികൾ മുന്നിലേക്ക് വെച്ച എക്സ്ട്രീം ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സൂചിപ്പിച്ച ഓരോ ആളുകളും പറയുന്നു, ഞങ്ങളത് റിഗ്രറ്റ് ചെയ്യുന്നു, ആ സമയം ഞങ്ങൾക്ക് യൂസ് ചെയ്യണമായിരുന്നു. ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഒരു 22 അല്ലെങ്കിൽ ഒരു 15 to 30 ഏജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ നിലക്കും കഴിവുള്ള, നമുക്കൊരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സാധ്യതകളുള്ള ആ ഒരു ഏജാണ്. ഈ ഒരു ഏജിലാണ് നമുക്ക് തോന്നുന്നത് നമുക്കൊരു ഇണയൊന്നും ആവശ്യമില്ല, നമുക്ക് കല്യാണം ആവശ്യമില്ല എന്നൊരു തോന്നൽ ഈ ഏജിലാണ് വരിക. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 30-ാം വയസ്സിൽ മരിച്ചു പോകുന്നില്ലല്ലോ, നമുക്ക് ജീവിതം പിന്നെയുണ്ട്. അവിടെ നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഇണയുണ്ടെങ്കിലാണ് അത് പൂർണ്ണമാവുക എന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു 25 വയസ്സുള്ള ഒരാൾക്ക് 35 വയസ്സിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ 35 വയസ്സിൻ്റെ ഒരു പൂർണ്ണത എപ്പോഴാണ് കിട്ടുക എന്ന് 25 വയസ്സിൽ പറയാൻ പറ്റില്ല, ഈവൻ 35 വയസ്സിൽ പോലും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. അവിടെയാണ് നമ്മൾ പറയുന്നത്, ഇതിലൂടെയൊക്കെ കടന്നുപോയി തിരിഞ്ഞു നോക്കുന്ന സാധാരണക്കാരായ സ്ത്രീകളല്ല. അപ്പോൾ അത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് സ്ത്രീകൾക്ക് അവർക്ക് പിന്നെന്താ പറയുക, പിന്നെ കാര്യമായി വിവരമില്ലാത്തതുകൊണ്ട് തോന്നിയാണെന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ സാധാരണക്കാരായ ഈ സ്ത്രീകളല്ല നമ്മൾ എടുക്കുന്നത്. ഇതിനു വേണ്ടി, ഫാമിലി വേണ്ട എന്ന ആശയത്തിനു വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടും വാദിച്ച ആളുകളെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫെമിനിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ എടുത്തിട്ടാണ് അവർ പോലും തിരിച്ചു നിന്നിട്ട് പറയണത്, ഞങ്ങൾക്ക് വിവാഹം വേണമായിരുന്നു, എന്നാലേ ഞങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആകുമായിരുന്നുള്ളൂ. ഒരുപാട് സ്ത്രീകൾ ഈ കരിയറിൻ്റെ പിന്നാലെയൊക്കെ പോയിട്ട് ഫാമിലി ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി, ഇതിൽ ഞങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ട് എന്ന് അവർ പറയാൻ. അപ്പോൾ ഈ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ, ഏറ്റവും നല്ല പ്രായത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ ഏറ്റവും അവസാനം പോയിട്ട് റിഗ്രറ്റ് ചെയ്യാൻ നിൽക്കണം. അതല്ല, റിഗ്രറ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഡിസിഷനിലേക്ക് നമ്മൾ പോകണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പം 3-4 ആൾക്കാരെ പേരാണ് പറഞ്ഞത്. ഫെമിനിസത്തിന് വേണ്ടി വാദിച്ച് അത്രമേൽ ഫാമിലിയൊക്കെ എതിർത്ത ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ ഗ്ലോറിയ സ്റ്റെയ്നം അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, മാരേജ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് 1.5 പീപ്പിൾ എന്നുള്ളതാണ്. അതായത് ഒരു പുരുഷനും ഒരു അര സ്ത്രീയും, അതാണ് ഒരു മാരേജിൽ സംഭവിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവിടെ സ്ത്രീ പകുതി മാത്രമാണ് ഒരു മാരേജിലൂടെ സംഭവിക്കുക എന്നടക്കം പറഞ്ഞ ഗ്ലോറിയ സ്റ്റെയ്നത്തിനെ കുറിച്ച് പിന്നെ വന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, 66-ാം വയസ്സിൽ അവരെന്ത് ചെയ്യാണ്, 66-ാം വയസ്സിൽ അവർ കല്യാണം കഴിക്കുക. അപ്പം പിന്നെ അത് വലിയ വാർത്തയായിട്ട്, അതായത് മാരേജ് എന്ന് പറഞ്ഞാൽ സംവിധാനം തന്നെ വേണ്ട എന്ന് പറഞ്ഞു കണ്ട് വലിയ യുദ്ധം നയിച്ച ആൾ അവസാനം 66-ാം വയസ്സ് പോയിട്ട് കല്യാണം കഴിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇത് പിന്നെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ്രിയ ഡോക്കിൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവരും ഇതേപോലെ തന്നെ മാരേജിനെ വലിയ രൂപത്തിൽ എതിർത്തു. അവസാനം പിന്നെ നമുക്ക് കിട്ടിയൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, അവർ ഒരു കമ്മിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ അവർ പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല ആൾക്കാരും ഒന്നുകിൽ തത്വം പറയും, അതിന് നേരെ വിരുദ്ധമായിട്ട് ജീവിക്കും. അവർ വിവാഹവും കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കും. അവർ പുറത്തെന്തെയും വലിയ തത്വം പറയും. അല്ലാത്ത ആളുകൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെങ്കിലും മാരേജിലേക്ക് എത്തിപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ അതിനെക്കുറിച്ച് കുറച്ചുകൂടിയൊക്കെ പഠിക്കുക, അത് എത്രത്തോളം വൈസായൊരു ഡിസിഷനാണ് എന്നുള്ളത് നന്നായി ആലോചിക്കാൻ തയ്യാറാവണം. ഇത് മറ്റൊരു കാര്യത്തിൽ ചിലപ്പോൾ ഈ ഏജിൽ ഇത് മാറ്റിവെക്കുന്നത് പല റീസൺസും ആണല്ലോ. ഇപ്പോൾ നമ്മുടെ സമയത്ത് കരിയർ റീസൺ പോലത്തെ പല കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ മുന്നിലേക്ക് വരും. അഥവാ മോർ ദാൻ ഫാമിലി നിങ്ങൾക്ക് മാറ്റേഴ്സ് ആകുന്നത് നിങ്ങളുടെ കരിയറാണ്, അല്ലെങ്കിൽ നിങ്ങളെ വേറെ ചില കൺസേൺസ് ആണ്. അതിൽ സൗന്ദര്യം എൻ്റെ സൗന്ദര്യം നശിച്ചു പോകും എന്നതുകൊണ്ട് മാത്രം കുട്ടിയും ഫാമിലിയും കല്യാണവും വേണ്ടാന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല കൺസേൺസ് ആയിരിക്കും. അവിടെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ലൈഫിൻ്റെ ഭൂരിഭാഗം സമയത്തും നിങ്ങൾക്ക് സമാധാനമായിരിക്കണോ, അതോ ഇത്തരത്തിലുള്ള ചില ഫാക്ടേഴ്സിന് അതിന് മുകളിൽ കൊണ്ടുപോയി വെക്കണോ എന്നുള്ള ചോദ്യം വരുന്നത്. ഇപ്പോൾ കരിയർ പരിഗണിക്കേണ്ടെന്നോ, കരിയറിന് തീരെ സ്ഥാനമില്ലാന്നോ അല്ല, അതേപോലെ തന്നെ സൗന്ദര്യം പരിഗണിക്കേണ്ടെന്നോ, സൗന്ദര്യത്തിന് സ്ഥാനമില്ലാന്നോ അല്ല. പക്ഷെ അതിനപ്പുറം എന്താണ് മോർ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം. ഇപ്പോൾ ലോകത്ത് 2019 സിംഗിൾ ടെന്നീസിൽ ഫീമെയിൽസിൽ റാങ്ക് നമ്പർ 1 വന്നൊരു സ്ത്രീയാണ് ആഷ്ലി ബാർട്ടി. ആ സമയത്ത് നമ്പർ 1 വന്നു മാത്രമല്ല 121 വീക്ക്
നമ്പർ 1 നിന്നു. 25 വയസ്സായപ്പോൾ 2022 25 വയസ്സാണ്. ആലോചിച്ച് നോക്കണം, ടെന്നീസിൽ 25 വയസ്സിൽ വേൾഡ് റാങ്ക് നമ്പർ 1 എന്ന് പറയുമ്പോൾ അത്രയും വേൾഡിൻ്റെ അച്ചീവ്മെൻറ്റ് സൈഡിൽ ആ ഫീൽഡിൽ വേറെ അതിന് അപ്പുറം മുകളിലേക്ക് പോകുക ഒന്നുമില്ല. 25 വയസ്സിന് ശേഷം ഇനിയും കരിയർ ഇഷ്ടം പോലെ കാലം കൊണ്ടെടുക്കാം. 25-ാമത്തെ വയസ്സിൽ ആഷ്ലി ബാർട്ടി കരിയർ നിർത്തുകയാണ്. ഞാൻ ഇമോഷണലി എക്സോസ്റ്റഡ് ആയി, ഇനി എനിക്ക് ഫാമിലിക്ക് വേണ്ടി സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെ ഈ ഫാമിലി നമ്മൾ ഒഴിവാക്കുന്നത്. അത് വേൾഡ് ടെന്നീസ് സിംഗിൾ ടെന്നീസിൽ റാങ്ക് നമ്പർ 1 ഉണ്ടായിരുന്ന ആഷ്ലി ബാർട്ടി ആ റാങ്ക് നമ്പർ 1 ഒഴിവാക്കിയതിന് വേണ്ടിയിട്ട് എൻ്റെ ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടി, എൻ്റെ സമാധാനത്തിന് വേണ്ടി, ഞാൻ ഫാമിലിക്ക് സമയം കൊടുക്കാൻ വേണ്ടിയിട്ട്, അഥവാ ഇമോഷണൽ വെൽബീയിങ്ങിനും ആ എക്സോസ്റ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനും രക്ഷപ്പെടാനും സമാധാനമായിട്ടിരിക്കാനും ആഷ്ലി ബാർട്ടി ചൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ആളുകൾ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആളുകളൊക്കെ ആ പ്രയാസത്തിൽ അവരുടെ ഒരു സേഫ് സോണായിട്ട് കണ്ട എന്താണ്, അല്ലെങ്കിൽ അവരെത്താൻ ആഗ്രഹിച്ച സ്ഥലം എന്താണ്, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകൾ. എൻ്റേതെന്ന് പറയാൻ എനിക്ക് ഇപ്പോൾ എന്നെ ഒരു ഇണക്ക് മനസ്സിലാകുന്നത് പോലെ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു ഇണക്കിണതായിട്ടുള്ള സ്ഥാനം ഉണ്ടല്ലോ, ഒരു ഫ്രണ്ടിന് ആ ഒരു സ്ഥാനമായിട്ട് എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം അങ്ങനൊരു ഇണ, അങ്ങനൊരു മകൻ, അങ്ങനൊരു മകൾ, ആ തരത്തിൽ എൻ്റേതായിട്ടുള്ള ആളുകളുടെ സ്പേസിലേക്ക് ഇത്തരത്തിൽ ആളുകൾ എത്താൻ ശ്രമിക്കുന്ന സമയത്ത് അത്തരം ഒരു സ്പേസ് ഉണ്ടാവാനുള്ള സാഹചര്യത്തെ നമ്മൾ സ്കിപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഇവർ എന്തൊന്നിനെ ഒഴിവാക്കിയിട്ടാണോ ഈ ഫാമിലിയിലേക്ക് വരുന്നത്, ആ ഒഴിവാക്കിയ കാര്യം നേടാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ റിയാലിറ്റിയെ പറ്റി ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഇത്തരത്തിൽ അച്ചീവ്ഡ് ആയിട്ടുള്ള കരിയറിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ സൂയിസൈഡ് ഹിസ്റ്ററീസും കാണാൻ പറ്റും. അതേപോലെ തന്നെ ആളുകൾ ഇത്തരത്തിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ളതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഒരു ലൈഫിൽ ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം സമാധാനമാണല്ലോ, ആർക്കും സംശയമില്ല. എപ്പോഴും ടെൻസ്ഡ് ആയിരിക്കുക, ഡിപ്രസ്ഡ് ആയിരിക്കുക, ആൻഷ്യസ് ആയിരിക്കുക എന്നുള്ളതിനപ്പുറം അങ്ങനത്തെ സാഹചര്യത്തിൽ എനിക്ക് വലിയ അച്ചീവ്മെൻ്റ് ഉണ്ട്, ആ ഒരു സാഹചര്യം പ്രിഫർ ചെയ്തോളണമെന്നില്ല. ഞാൻ വലിയ അച്ചീവ്ഡ് ആണ്, പക്ഷേ ഞാൻ എപ്പോഴും ഡിപ്രസ്ഡ് ആണ്, ആൻഷ്യസ് ആണ്, ടെൻസ്ഡ് ആണ്, അങ്ങനത്തെ ഒരു സാഹചര്യം ആർക്കും ആവശ്യമുണ്ടാവില്ല, ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്നാൽ അത്തരമൊരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമാണ്. അതിനിപ്പോൾ അച്ചീവ്ഡ് ആയിട്ടുള്ള ആൾക്കും സമാധാനം ഉണ്ടാവില്ല എന്നല്ല നമ്മൾ പറയുന്നത്. ആ സമാധാനം കിട്ടാൻ ഏറ്റവും ചേർന്നൊരു സാഹചര്യത്തെ, ഏറ്റവും ചേർന്ന സിസ്റ്റത്തിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ആ സമാധാനത്തിന് ഗ്യാരണ്ടി തരാത്ത ചില കാര്യങ്ങൾ, ആ സമാധാനം നമുക്ക് ഉറപ്പുതരാത്ത ചില കാര്യങ്ങൾ, അത് നേടുന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഫെയിൽഡ് ആവുകയാണ്, അല്ലെങ്കിൽ ഫെയിൽഡ് ആയെന്ന് കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ തിരിച്ചറിയുന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പം പൊതുവെ ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള കുട്ടികളോട് പ്രത്യേകിച്ചും പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ഡിസിഷൻ അത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയി നിങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതാണ് എന്ന് നിങ്ങൾ പോലും പറയുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ഭയങ്കരമായ ഒരു ഇൻഫ്ലുവൻസ് അതിലുണ്ട്. ഒബ്വിയസ്ലി അതിന് സൊസൈറ്റൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ടാവും, അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ അതേ സമയത്ത് അത് കറക്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെൻറ്റ് നൽകുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് ഈ ഒരു സമയത്തുള്ള നമ്മുടെ ചിന്താഗതി കൊണ്ട് മാത്രം. പക്ഷെ അങ്ങനെ ചിന്താഗതി കൊണ്ട് വേണ്ടെന്ന് വെച്ച ആളുകൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എപ്പെങ്കിലും പോയിട്ട് വിവാഹം ചെയ്ത് അങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നന്നായി തോന്നുന്ന ആളുകളെ വിവാഹം ചെയ്ത് ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നിങ്ങളുടെ ഒരു ജീവിതത്തിന് തന്നെ ഒരു പൂർത്തീകരണം കിട്ടുക എന്നുള്ളത് ആ വിവാഹം വേണ്ടെന്ന് വെച്ചവരും വിവാഹത്തിലൂടെ കടന്നു പോയവരൊക്കെ പറയുമ്പോൾ അതിനെ നമ്മൾ പരിഗണിക്കുന്നതാണ് ബുദ്ധി എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്തരം വിഷയങ്ങൾ വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. സൊസൈറ്റിയിൽ ഒരുപാട് ഫാക്ടേഴ്സ് അടങ്ങുന്ന ഒരു കാര്യമാണ്. വളരെ ചുരുങ്ങി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ അത് ഇത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മറ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.